ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ലാബിൻ്റെ പേര് പാസ്വേഡ് റീസെറ്റ് പോയിസണിങ് വിയ മിഡിൽ വെയർ. അപ്പോൾ ഇതിൽ നമുക്ക് ഓൾറെഡി വീനറിൻ്റെ ക്രെഡൻഷ്യൽസ് തന്നിട്ടുണ്ട്, പക്ഷേ കാർലോസിൻ്റെ ക്രെഡൻഷ്യൽസ് നമുക്കറിയില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാർലോസിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യണം. എങ്ങനെ? മിഡിൽ വെയർ എന്ന ഇത് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ലാബ് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ കണ്ടുപിടിക്കണം, അതായത് ഇത് എങ്ങനെയാണ് ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യണത്, എന്തൊക്കെ വെച്ചിട്ടാണ് ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഫോർഗോട്ട് പാസ്വേഡ് പോയിങ്ങാണ്ട് വീനറിന് ഇൻപുട്ട് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? സക്സസ്ഫുള്ളി സെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഇമെയിൽ ക്ലയൻറ്റ് പോയിങ്ങാണ്ട് ആ പാസ്വേഡ് റീസെറ്റ് ടോക്കൺ എടുക്കുക, അതായത് പാസ്വേഡ് റീസെറ്റ് ഇയാളുടെ ലിങ്ക് ഓപ്പൺ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ യൂസറിന് പാസ്വേഡ് സെറ്റ് ചെയ്യുക. 1 2 3 4 വീനർ 1 2 3 4 സബ്മിറ്റ് കൊടുക്കുക. സക്സസ്ഫുൾ എന്തായി? പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റിക്വസ്റ്റ് പോകുന്നത്. അതായത് എന്തുണ്ട്? ഒരു പാസ്വേഡ് റീസെറ്റ് ടോക്കൺ ഉപയോഗിക്കുന്നുണ്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ. പ്രീവിയസ് ലാബിൽ എന്തുണ്ടായിരുന്നു? യൂസർ നെയിം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടി സെക്യൂർ ആണ്. കാരണം എന്താ? പ്രോപ്പറായിട്ട് ഒരു ടെംപോററി പാസ്വേഡ് ടോക്കൺ ഉണ്ട്. നമുക്ക് ഇനി എംപ്റ്റി ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. സെൻഡ് കൊടുക്കുമ്പോൾ എന്താണ്? ഇൻവാലിഡ് ടോക്കൺ, അതായത് ടോക്കണെ പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഒരു കാർലോസ് പറഞ്ഞ യൂസറിൻ്റെ റീസെറ്റ് ടോക്കൺ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ലാബ് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർഗോട്ട് പാസ്വേഡ്ക്ക് പോണ റിക്വസ്റ്റ് ഇല്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? യൂസർ നെയിം മാറ്റിയാണ്ട് കാർലോസ് ആക്കും. എന്നിട്ട് എന്താണ്? നമുക്ക് ഈ പാസ്വേഡ് റീസെറ്റ് ടോക്കൺ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലാബിൽ തന്നെ നമുക്കൊരു ഹെഡർ പറഞ്ഞിട്ടുണ്ട്, ഒരു റിക്വസ്റ്റ് ഹെഡർ പറഞ്ഞിട്ടുണ്ട്. എക്സ് ഫോർവേഡ് ഹോസ്റ്റ് പറഞ്ഞൊരു റിക്വസ്റ്റ് ഹെഡർ പറഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഇൻപുട്ട് ചെയ്തെങ്ങാണ്ട് ഒരു കൊളാബറേറ്ററിൻ്റെ ഐഡി കൊടുക്കുക. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വെബ് ആപ്ലിക്കേഷന് ഒരു റീസെറ്റ് ടോക്കൺ ഇല്ലേ സെൻഡ് ചെയ്യും, ഈ ഹോസ്റ്റിക്ക് സെൻഡ് ചെയ്യും. അതായത് ഈ വെബ് ആപ്ലിക്കേഷന് ബർപ്പിൻ്റെ കൊളാബറേറ്ററിനെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? കൊളാബറേറ്റർ പോയിട്ട് പോളിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ വെബ് ആപ്ലിക്കേഷന് നമ്മളുടെ ബർപ്പിൻ്റെ കൊളാബറേറ്റർക്ക് എന്ത് ചെയ്തു? ഈ റീസെറ്റ് ടോക്കൺ സെൻഡ് ചെയ്തു. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ കൊളാബറേറ്ററിൽ നമുക്ക് റെസ്പോൺസ് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അത് ലാബിൻ്റെ ഇഷ്യൂ ആണ്, ഒരിക്കലും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇഷ്യൂ അല്ല, ലാബിൻ്റെ ഇഷ്യൂ ആണ്. അതായത് ചില ടൈമിൽ നമുക്ക് എന്തില്ല, റെസ്പോൺസ് കിട്ടില്ല. നമ്മൾ എത്ര പോളിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഇപ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടി, നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ ലാബ് സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുക? ഈ പാസ്വേഡ് റീസെറ്റ് ടോക്കണിൽ കൊടുക്കുക, സെൻഡ് കൊടുക്കുക. ഇനി നമുക്ക് കാർലോസിൻ്റെ പാസ്വേഡ് റീസെറ്റ് ആയാൽ നോക്കി വെക്കാം. അതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുക? കാർലോസ് ആയിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, മൈ അക്കൗണ്ട് പോവാം, കാർലോസ് കൊടുക്കുക, വീനർ 1 2 3 4 ലോഗിൻ കൊടുക്കുക. നമ്മളെന്തായി? സക്സസ്ഫുള്ളി നമ്മൾ കാർലോസ് ആയിട്ട് ലോഗിൻ ചെയ്യും. ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ് ഫോർവേഡ് ഹോസ്റ്റ് പറഞ്ഞൊരു ഹെഡർ ഉപയോഗിക്കും. എന്നിട്ട് ബർപ്പിൻ്റെ കൊളാബറേറ്റർ ആയിട്ട് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ വെബ് ആപ്ലിക്കേഷന് കാർലോസിൻ്റെ റീസെറ്റ് ടോക്കണ് നമ്മളെ ബർപ്പിൻ്റെ കൊളാബറേറ്റർ ആക്കും. അത് എന്തുകൊണ്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ യൂസർ നെയിം എന്താണ്? കാർലോസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ഏത് യൂസർ നെയിമാണ് കൊടുക്കുന്നത്, ആ യൂസർ നെയിമിൻ്റെ ഇതായിരിക്കും നമുക്ക് കിട്ടുക. റീസെറ്റ് ടോക്കൺ, പാസ്വേഡ് റീസെറ്റ് ടോക്കൺ ആണ് കിട്ടുക. അപ്പോൾ ഇത്ര ഉള്ള ഈ ലാബ് വളരെ സിമ്പിളായിട്ടുള്ള ലാബാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത ലാബിനെ പറ്റി പറയാം.